ഗൈസ്, നമുക്ക് ഈ കൊല്ലത്തെ ആദ്യത്തെ ഓണസദ്യ കഴിച്ചാലോ? നല്ല തിരുവനന്തപുരം സ്റ്റൈൽ ഓണസദ്യ. അതിൻ്റെ കൂടെ നല്ല പരിപ്പും പപ്പടവും നെയ്യും ഇതെല്ലാം കൂടെ നല്ല കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. എൻ്റെ ഈ കൊല്ലത്തെ ആദ്യത്തെ സദ്യ എൻ്റെ ഓഫീസിലെ ലാൻഡ് യൂസ് ബോർഡിലെ സദ്യയായിരുന്നു കേട്ടോ. എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അവിടുത്തെ പരിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ വറുത്തിട്ട് ആണ് അതുണ്ടാക്കുന്നത്. അത് വേറൊരു സ്റ്റൈലാണ്. ഞാൻ പൊതുവേ ഒരു പരിപ്പ് ഫാൻ അല്ലാത്തതുകൊണ്ട് അത് കൂട്ടി കുറച്ച് ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദാണ്ടേ വന്നു നമ്മുടെ സാമ്പാർ. അങ്ങനെ സാമ്പാറും നെല്ലിക്ക പച്ചടിയും പിന്നെ വെള്ളപ്പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഇഞ്ചിക്കറിയും നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കണം. എനിക്ക് പൊതുവേ സദ്യയുടെ കൂടെ സാമ്പാറും ഈ പച്ചടിയൊക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. ആ പുളിയും എരിയും എല്ലാം കൂടെ. അങ്ങനെ ഞാൻ വേണ്ട ഈ സാമ്പാറുള്ള ചോറെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പായസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഗായ്സ്. പായസം അങ്ങനെ അടപ്രഥമൻ നോക്കിയിരുന്ന എനിക്ക് കിട്ടിയത് കടലപ്പായസമാണ്. എനിക്ക് കടലപ്പായസം ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ ഒരു അത് കഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്ക് ഒത്തിരി മധുരം ഉള്ളതുകൊണ്ട് കടലപ്പായസം ഇഷ്ടമല്ല. എൻ്റെ ജിമ്മിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മധുരം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ആ കടലപ്പായസം കട്ട് ചെയ്ത് അങ്ങോട്ട് ഷുഗർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡാണ്ടേ വരുന്നു നമ്മുടെ ബോളി. തിരുവനന്തപുരം സ്പെഷ്യൽ സദ്യയുടെ കൂടെ ഉള്ളതാണ് ബോളിയും പാൽപ്പായസവും. പൊതുവേ ഒരു ബോളിയും പാൽപ്പായസവും ഫാനാണ് ഞാൻ. എങ്കിലും ഞാൻ കുറച്ച് മേടിച്ചു, പക്ഷേ കുറച്ച് കഴിച്ചു. പക്ഷേ എൻ്റെ ജിമ്മിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഷുഗർ കട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാനതെല്ലാം കൂടെ സൈഡിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ചോറും പുളിശ്ശേരിയും കൂട്ടി കഴിക്കാൻ തുടങ്ങി ഗൈസ്. എത്ര നല്ല കുട്ടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചോറും പുളിശ്ശേരിയും കൂട്ടി ഇളക്കി പിന്നെ കുറച്ച് അച്ചാറൊക്കെ നക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ താണ്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പം വരുന്നു രസം. ആഹാ, ഞാൻ കൈ നീട്ടി രസം എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു. എൻ്റെ പൊന്നുമക്കളെ നല്ല തിളച്ച രസമായിരുന്നു. കൈ നല്ല അസലായിട്ട് പൊള്ളി. അത് കഴിഞ്ഞിട്ട് ആ കൈ കാണുന്നത് അച്ചാറല്ല, എൻ്റെ ലിപ്സ്റ്റിക്കാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കും രസവും പച്ചമൂലും എല്ലാം കൂടെ